ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരങ്ങൾ ചായയുടെ കൂടെയും ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റിയ, കറികളൊന്നും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റെസിപ്പി ഇഷ്ടമായാൽ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു 5-6 കശുവണ്ടി പരിപ്പും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മൾ ഈ സമയത്ത് നെയ്യിലിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ആ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് വറുത്തതായാലും നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ നല്ലൊരു റവ വറന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ നെയ്യിൽ വറന്ന് വരുമ്പോൾ. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനായിട്ട് ഇതുപോലെ ഒന്ന് സ്പാറ്റിൽ കൊണ്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി ഞാൻ മറ്റൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചോപ്പറിലിട്ടിട്ട് പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ആവിയിൽ പെട്ടെന്ന് തന്നെ ആ സവാളയും തക്കാളിയും വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ എരിവൊന്നും ഈ പലഹാരത്തിന് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പൊടികളുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പിലയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതവിടെ റെഡിയാക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ആ തണുത്ത റവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മസാലക്കൂട്ടാണ് നമ്മൾ റവയിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലക്കൂട്ട് റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ എത്രയാണോ എടുത്തത് അത്ര തന്നെ, അതായത് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇതുപോലെ സ്പാറ്റിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ആ റവയിലേക്ക് ആ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് ഒന്ന് കുതിർന്ന് വരണം. തൈരിൽ റവയെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഞാൻ ഈ റവ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ആ തൈരെല്ലാം അബ്സോർബ് ആയിട്ടുണ്ട് റവയിലേക്ക്. എല്ലാം ഇതുപോലെ നല്ലൊരു കൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സായിട്ട് ഇഡ്ഡലി മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീഴണം. പാകത്തിന് വെള്ളം ഒഴിച്ചു. ഇപ്പം വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചെന്ന് എനിക്ക് പറയാൻ വയ്യ. കാരണം ഓരോ ക്വാളിറ്റി റവയും പലതരത്തിലായിരിക്കും വെള്ളം അബ്സോർബ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ലൂസായി പോകാനും പാടില്ല. ഇനി ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ അതിന് മുകളിലായിട്ട് ഒഴിച്ച് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ഇഡ്ഡലിയുടെ തട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ കുഴിയിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ മാവ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റീമർ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. മാവെല്ലാം ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കിനി ഇത് സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. റവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അരി കുതിർക്കുകയോ മാവ് അരച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ എൻ്റെ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.